ഹായ് മക്കളെ, നിങ്ങളിപ്പോൾ SSLC എക്സാമിനേഷനെ കഴിഞ്ഞ് നേരെ ഇനി കടക്കാൻ പോകുന്നത് +1 +2ലേക്കാണ് അല്ലേ? സോ നിങ്ങൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്ന SCRT ടെക്സ്റ്റ് ബുക്ക് മാറാൻ പോവുകയാണ്. നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്നത് NCRT ടെക്സ്റ്റ് ബുക്ക് ആണ്. അതെ, നമ്മുടെ CBSE ബോർഡിനും ഉൾപ്പെടെ ഉപയോഗിക്കുന്ന, നമ്മുടെ നീറ്റിനും JEE എൻട്രൻസിനും ഒക്കെ ഉപയോഗിക്കുന്ന ബേസിക് സിലബസ് എല്ലാം കവർ ചെയ്യുന്ന നമ്മുടെ NCRT ടെക്സ്റ്റ് ബുക്ക്. ഈ ടെക്സ്റ്റ് ബുക്ക് ഓഫ് കോഴ്സ് CBSE കുട്ടികൾ ഓൾറെഡി പഠിച്ചു വരുന്നത് കൊണ്ട് അവർക്കത് വളരെ ഫെമിലിയർ ആണ്. പക്ഷേ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ഒരു പുത്തൻ അനുഭവം തന്നെയായിരിക്കും NCRT ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ഒന്ന് മറിച്ച് നോക്കിയിട്ടുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം, അത് വായിക്കാനും അതിൻ്റെ ഒരു ഭാഷ മനസ്സിലാക്കി എടുക്കാനും ഒക്കെ ചെറിയൊരു പ്രയാസം നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാവും. ഇംഗ്ലീഷ് തന്നെയാണ് എങ്കിലും നമ്മൾ ഇതുവരെ സ്റ്റേറ്റ് സിലബസിൽ വായിച്ച് വന്ന ഒരു ശീലം അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ അല്ല NCRT ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആദ്യമേ ഒരു മടുപ്പുണ്ടാകാനുള്ള സാധ്യത ഞാൻ മുൻകൂട്ടി അറിയിക്കുകയാണ്. പേടിപ്പെടുത്തുന്നതല്ല, ഇതൊരു യാഥാർത്ഥ്യം മാത്രമാണ്. അപ്പോൾ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന പല കുട്ടികളും NCRT ടെക്സ്റ്റ് ബുക്കിനോട് ഒരു എന്താ പറയുക, നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ സീനിയേഴ്സിൽ നിന്ന് കൈമാറി നിങ്ങൾക്ക് കിട്ടുന്ന NCRT ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് ബുക്ക് ഇന്ന് വരെ തുറന്നിട്ടുണ്ടാവില്ല. പുത്തൻ ആ മണം ഇപ്പോഴുള്ള ടെക്സ്റ്റ് ബുക്ക്, എത്രയോ വർഷങ്ങളായി കൈമാറി വരുന്ന ടെക്സ്റ്റ് ബുക്കുകൾ. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അതിനൊരു മടുപ്പ് ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, നീറ്റ് ആയാലും JEE എൻട്രൻസ് ആയാലും ഈവൻ ഇൻക്ലൂഡിംഗ് നമ്മുടെ ബോർഡ് എക്സാമിനേഷൻ ആയാലും ഇതിനെല്ലാ ചോദ്യങ്ങളും വരുന്നത് ഈ NCRT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. അപ്പോൾ അത് കളഞ്ഞ് മറ്റൊരു പഠനം നമുക്കില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. NCRT ബുക്കിനകത്തുള്ള എല്ലാ പോയിന്റ്സ് നമ്മൾ കവർ ചെയ്യുക എന്നുള്ളത്. പക്ഷെ നിങ്ങൾക്ക് ഇത് വായിക്കാനൊരു മടുപ്പുണ്ട്, എന്നാൽ കവർ ചെയ്യുകയും വേണം. എന്താണ് ഒരു വഴി? വെരി സിമ്പിൾ. നമ്മളുടെ അഗ്നി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഈ അഗ്നി ബാച്ചിൽ കംപ്ലീറ്റ് എവറി പോയിന്റ്സ്, NCRTയിലുള്ള എല്ലാ പോയിന്റ്സും പറഞ്ഞു തന്നെയായിരിക്കും എല്ലാ സബ്ജക്ട്സും നിങ്ങൾ ക്ലാസ്സിൽ എടുക്കുന്നത്. അപ്പോൾ ഒരു പോയിന്റും ഒരു മടുപ്പും കൂടാതെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും സാധിക്കും, പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. ഈ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഓപ്പൺ ആണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സോ വി വിൽ സീ ഇൻ ദ ലൈവ് ക്ലാസ്സസ്.